ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ സുവിശേഷവും അത് തന്നെയായിരുന്നല്ലോ. അവിടെ അന്ത്യഭാഗത്ത് കർത്താവ് ശക്തമായിട്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പ്രായോഗിക ബുദ്ധിയോടുകൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരുന്നത്. മഴ പെയ്തു, കാറ്റ് വന്നു, വെള്ളം പൊങ്ങി, ആഞ്ഞടിക്കുകയാണ്. ആർക്കിട്ടാണ് ഇരിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കുമാണ് ആഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും വലിയ പ്ലാനിങ് ഇല്ലാണ്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു വീടിനെ കുറിച്ചായിരിക്കും ഈശോ പറഞ്ഞതെന്ന്. നാം ഓരോരുത്തരുമാകുന്ന വ്യക്തിക്കിട്ട് കിട്ടുന്ന അടിയെക്കുറിച്ചാണ്, സാത്താൻ നൽകുന്ന അടിയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ആഞ്ഞടിക്കുകയാണ്. അത് വെള്ളപ്പൊക്കമായിട്ടും കൊടുങ്കാറ്റായിട്ടും തീപിടുത്തമായിട്ടും പൈശാചിക അതിക്രമങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതെല്ലാം? തെറ്റായ രീതിയിൽ ദൈവവചനം വ്യാഖ്യാനിക്കപ്പെടുന്ന ഫാൾസ് പ്രോഫറ്റ്സ്, തെറ്റായ രീതിയിൽ വചനം വ്യാഖ്യാനിക്കപ്പെടുന്നു. അതിനോട് നമുക്ക് വലിയൊരു പ്രതിബദ്ധത തോന്നുന്നു. അതിൽ നമ്മൾ പെട്ട് വീണ് പോവുകയാണ്. ഏറ്റവും ആദ്യത്തെ നമ്മുടെ കുടുംബ നവീകരണ ധ്യാനം കൂടിയാണല്ലോ ഇത്. ഏറ്റവും ആദ്യത്തെ ദമ്പതികളോടും ദൈവവചനം തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. സാധാരണ പറഞ്ഞു, ദൈവം ഇവർക്ക് വെറുതെ പറയില്ല, ഈ പഴം തിന്നാല് നിങ്ങൾ ദൈവത്തെ പോലെയാണ് എന്ന് പറഞ്ഞ് ദൈവവചനത്തെ പിശാച് തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്ത് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുകയാണ്. അതിന് പിന്നീട് ഒരു തിരുത്തൽ നൽകിയത് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചുകൊണ്ട് ഈശോ നൽകുന്ന വ്യാഖ്യാനമാണ്. അതായത് ദൈവവചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്, പിശാച് പറയുന്ന വാക്കുകൾ കേട്ടല്ല. ഈശോയുടെ കയ്യിലെ അപ്പമാക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. ദൈവവചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞ് ആദ്യ ദമ്പതികൾക്ക് പറ്റിയ ആ അബദ്ധം ഈശോ തിരുത്തി നമുക്ക് നൽകുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തും നമ്മൾ കാണുന്നതാണ് ഈശോ ഇത്തരത്തിലുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ആന്തരഭാഗങ്ങളിലേക്ക് ഇറങ്ങി സംസാരിച്ചു. ഒത്തിരി പേര് പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, ഞങ്ങൾ അത്ഭുതം ചെയ്യുന്നുണ്ട്, നിന്നെക്കുറിച്ച് സ്തുതിപ്പുകൾ പാടുന്നുണ്ട്, വലിയ ആളുകളുമായിട്ട് ഞങ്ങൾ സംഘടനാപരമായ രീതിയിലുള്ള മീറ്റിങ്ങുകളുണ്ട്. ഇതെല്ലാം ആവേശത്തോടുകൂടി പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തൊരു ദുരവസ്ഥയാണ് നോക്കുക. ഇതെല്ലാം ചെയ്തിട്ടും ഈ പിശാചപ്പെടുത്തവും ഈ പ്രഘോഷണവും ഒക്കെ നടത്തിക്കഴിഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ ഒരു നല്ല വാക്ക് കിട്ടുമെന്ന് കരുതി ചെന്നപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിങ്ങൾ എനിക്ക് അറിയപ്പെടേണ്ടതായ രീതിയിൽ ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ബാഹ്യമായ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ ഹൃദയം ബലഹീനമാണ്. ആഞ്ഞു കിട്ടുന്ന അടികള് നിങ്ങളുടെ ഉള്ളിൽ മേടിച്ചെടുക്കുകയാണ്. തെറ്റായ പ്രബോധനങ്ങള്, ചിത്തയായ വികാരങ്ങള്, മോശമായ കൂട്ടുകെട്ടുകള്, ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കങ്ങളും എല്ലാം വന്ന് നിങ്ങൾ ബലഹീനമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിയമത്തിന്റെ ഉള്ളിലുള്ള ആ പൊള്ളയായ കാര്യങ്ങൾ എടുത്തുകാട്ടി നിയമത്തെ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഒരു പറഞ്ഞത് നല്ല പ്രബോധനമാണല്ലോ. എന്റെ ഒരു ചിന്ത, കനായിൽ നടന്ന അത്ഭുതം തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിലും നടക്കുന്നത്. ഈശോയെ കേട്ടവർക്കെല്ലാം വലിയ സന്തോഷം തോന്നി. ആധികാരികമായ രീതിയിൽ, കേട്ടിട്ടില്ലാത്ത രീതിയിൽ തിരുവചനങ്ങളുടെ നല്ല വ്യാഖ്യാനം നിന്നു. കനായിലാണ് സംഭവിച്ചത്. നല്ലൊരു വിരുന്നിന് ചെന്നപ്പോൾ അവിടെ കുടിക്കാൻ പോലൊന്നുമില്ല. ആ രീതിയിൽ ഒരു വരൾച്ച അനുഭവപ്പെട്ടിരുന്ന ആ സമൂഹത്തിന് ഈശോയാകുന്ന പുതുമീഞ്ഞ് കൊടുത്തതുപോലെ ബാഹ്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നവരോട് ഈശോ പറഞ്ഞു, അതൊന്നുമല്ല, നിയമത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു വരണം. അവിടെയാണ് കാതൽ. അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. 5 കപ്പം കൊണ്ട് 5000 പേർക്ക് തൃപ്തി വന്നതുപോലെ കനായിൽ വന്നിരുന്ന എല്ലാവർക്കും ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയതുപോലെ ഇന്ന് ഈ പൂഴിയുടെ കഥ
പാറയുടെ കഥ ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അതിന്റെ കാര്യം മനസ്സിലായി. നമ്മൾ വീട് പണിയേണ്ടത് നല്ലതുപോലെ അടിത്തറയിന്മേലാണ്, ദൈവവചനത്തിന്മേലാണ്. ഒരു കെട്ടിടവും നമ്മൾ വെറും പൂഴിയിൽ പണിയാറില്ല, മണലിൽ പണിയാറില്ല. അത് തലകുത്തി മറിഞ്ഞു പോകും. മറ്റൊരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കുണ്ടാകുമ്പോൾ വചനത്തിന്മേൽ പണിയപ്പെട്ട ഒരു വീടായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മളാണ് ദൈവവചനത്തിന്മേൽ പണിയപ്പെടേണ്ട വീട്. അങ്ങനെയുള്ള വീടുകളായിട്ട് മാറാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. നിങ്ങളോട് സംസാരിച്ച വചന പ്രഘോഷകൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിരന്തരമായി നമുക്ക് ദൈവവചനം വായിക്കണം. നമ്മുടെ വീടുകളിൽ ഇപ്പോഴും ആവശ്യത്തിന് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ വായിക്കാറില്ല. അതുപോലെ ദൈവവചനം വായിക്കണം, ദൈവവചനം കേൾക്കണം, വചനത്തിന്റെ വ്യാഖ്യാനം ശ്രദ്ധിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞല്ലോ, ഈശോയെ ഗർഭം ധരിച്ചു നിൽക്കുന്ന ഒരമ്മയാണ് പഴയ നിയമം. അതാണ് സത്യം. പഴയ നിയമത്തിലെ ഓരോ വാക്യത്തിലും ഞാൻ ഈശോയെയാണ് അന്വേഷിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അന്വേഷിക്കണം. പഴയ നിയമത്തിലെ ഓരോ സംഭവവും നമ്മൾ എടുക്കുമ്പോൾ അത് പുതിയ നിയമത്തിലെ ഈശോയോട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ദൈവരാജ്യത്തിന്റെ ശിഷ്യനാണ് ഓരോ ഫരിസേയനും. ഫരിസേയനാണ് പഴയ നിയമത്തിന്റെ ആളാണ്, യഹൂദ പണ്ഡിതനാണ് ഫരിസേയൻ. ദൈവരാജ്യത്തിന്റെ ശിഷ്യൻ നമ്മൾ ഓരോരുത്തരുമാണ്. ഈശോയുടെ സുവിശേഷം കേട്ടവരാണ്. ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി തീരുന്ന ഫരിസേയൻ പഴയ നിയമ ഗ്രന്ഥങ്ങളുടെയൊക്കെ ആധികാരികത ഈശോയിലേക്ക് കൊണ്ടെത്തിക്കുന്നവൻ. ദൈവരാജ്യത്തിന്റെ ശിഷ്യനായി തീരുന്ന ഫരിസേയൻ അവന് പഴയതും പുതിയതും ആവശ്യാനുസരണം എടുത്തു കൊടുക്കാൻ പറ്റും. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ കൂട്ടിയോജിപ്പിച്ച് വചന പ്രഘോഷണം കൊടുക്കാൻ പറ്റും. അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ ഞായറാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും എല്ലാം പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് കൊണ്ടാണ്. പഴയ നിയമത്തിൽ ഈശോ മറഞ്ഞിരിക്കുകയാണ്. ഈശോയെ ഗർഭം ധരിച്ചു നിൽക്കുന്ന അമ്മയാണ് പഴയ നിയമം. ആ അമ്മയോടുള്ള വാത്സല്യം നമ്മൾ കാണിക്കുന്നതാണ് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പഴയ നിയമത്തിൽ നിന്നും വായിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പഠന വേദികളിലുമൊക്കെ കൂടുതലായിട്ട് ദൈവവചനം വായിച്ച് പഠിച്ച് ആ അടിത്തറയിന്മേലെ പണിയപ്പെടുന്ന വീടുകളായിട്ട് നാം എല്ലാവരും മാറണം. നമ്മൾ വലിയൊരു പട്ടണ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഒരുപാട് തിരക്കിൽ പെട്ട് എന്നും കഴിഞ്ഞു പോകുന്നവരാണ്. ഈ പട്ടണത്തിന്റെ ശുദ്ധീകരണത്തിനും ഈ കരുതടിയൂരിന് ഈ ഇടവകത്തിന് വലിയൊരു ദൗത്യം നിർവഹിക്കുവാനുണ്ട്. ഇവിടെയുള്ള ഉന്മായ സഹോദരങ്ങളും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും എല്ലാം കൂടി ചേർന്ന് നല്ല ഒരു ആഴമായ ദൈവവചന പഠനവും ബോധ്യവും വഴി നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു നവീകരണത്തിനും കൂടി ഈ ദിവസത്തിലെ നമ്മുടെ ഈ പ്രാർത്ഥനകളും ധ്യാനവും എല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളോട് ദൈവവചന